എന്താടാ വാടാ നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലേ. എടാ ഇന്ന് രാവിലെ അമ്മച്ചി തന്ന പഴഞ്ചോറും തിന്നിട്ട് പോയത്. നീ താറ്റുന്ന എന്തെന്ന് എനിക്ക് മനസ്സിലായി. എന്തോ ഞാൻ നീ എന്നെയും കണ്ട് മടുത്തു. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനമുണ്ട്. ഈ വെറുക്കപ്പെട്ട നാട്ടിൽ നിന്ന് ഇവിടുന്ന് പോവുക. ആരൊക്കെ? ഞാനും നീ, അല്ല വേറെ ആരിയിരിക്കുന്ന എനിക്ക്. ഈ കൈ തന്നാണ്. അയ്യോ ഈടേ രാവിലെ തൊട്ടേ മൂടാ അട്ടിനാവ് നോക്കി ഒരു ഇട്ടിയങ്ങ് കയറ്റി കൊടുത്തു. തീർച്ച തറയുന്നു. ചത്താ ജീവിച്ച ആരെങ്കിലും എടുത്തോണ്ട് പോണുണ്ട്. ആരാ? അച്ഛനെ, അല്ലാതാരെ. മുതിർന്നവരടിച്ചോണ്ടല്ലേ പാലത്തിൽ കൂടെ നടക്കേണ്ടി വരും. പുത്തമ്പാലത്തിലൂടെ അല്ല, നരകത്തിലെ മുടിപ്പാലം. ആ മുടിപ്പാലത്തിലൂടെ നടക്കുമ്പോണ്ടല്ലോ നീയൊക്കെ ചെയ്ത കുറ്റത്തിന് അങ്ങനെ താഴെ വീഴും. അവിടെ നല്ല എണ്ണയുണ്ട്. എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിഞ്ഞു 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 നല്ല ഫ്രൈയാവും. എന്നിട്ട് എന്തിനും നമ്മളിങ്ങനെ കിണ്ടി 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 കിണ്ടി. പിന്നെ ഈ ഗ്യാസിന് വില കിടക്കുമ്പോഴാണ് നിന്റെ കിണ്ടി ഉള്ളത്. നീ പോടാ കാര്യം. യുദ്ധം വന്ന് ഗ്യാസിന് പ്രശ്നമായില്ലേ, വീട്ടിൽ പട്ടിണിയാവുന്നാണ് അമ്മ പറയുന്നത്. പിന്നെ ചൂട്ടും കൊതുമ്പൂട്ട് കത്തിച്ച് കഞ്ഞി വയ്ക്കുന്ന നിന്റെ അമ്മച്ചിക്ക് എന്തുണ്ടാ ഗ്യാസ്? യുദ്ധം തീർന്നിട്ട് വേണം അമ്മയ്ക്കൊരു ഗ്യാസ് വാങ്ങിച്ചു കൊടുക്കാൻ. നീ ഗ്യാസ് മേടിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ആ തള്ളയ്ക്ക് ഒരു തീപ്പെട്ടി മേടിച്ചു കൊടുക്കും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കല്ലിട്ട് ഇടിക്കുന്നു തീ എത്തിക്കാനായിട്ട്. പോടാ നിന്റെ കാര്യം നോക്കി. നീ കൂടുതൽ കണച്ചല്ലേ. അമ്പലത്തിലെ അന്നദാനവും രവിയന്റെ വീട്ടിലെ പഴയ ആഹാരവും കിട്ടിയില്ലെങ്കിലേ നിന്റെ വീട്ടിലും പട്ടി തന്നെ. പട്ടി പോലും ആരും കഴിക്കൂല. നമ്മൾ തമ്മിൽ ഒരു തർക്കം വേണ്ട. നീ എത്ര ദിവസം കുളിച്ചിട്ട്? 3 ദിവസം. നീ 3 ദിവസം ശരിക്കും പോയി കുളി ആദ്യം. നീ